ജനുവരി 21 ചൊവ്വാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. അത്യാവശ്യം നല്ല റാലി തന്നൊരു ദിവസമായിരുന്നു, ഒരു ബുള്ളിഷ് ഡേ ആയിരുന്നു എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വിപ്രോ എന്ന സ്റ്റോക്ക്, വിപ്രോയുടെ റിസൾട്ടിനെ പറ്റി സംസാരിച്ചിരുന്നു. അവിടെ 20% അവരുടെ പ്രോഫിറ്റ് മാർജിനിൽ വന്ന ഹൈക്ക് ഇന്നത്തെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. 8% വിപ്രോ റാലി ചെയ്തത് മുകളിലേക്ക്. അതുപോലെ ഇന്നത്തെ FISന്റെ ഡേറ്റ പരിശോധിച്ചാൽ അവർ ടെമ്പററി അവർ ബുള്ളിഷാണെന്ന് കാണാം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നെറ്റ് ബുള്ളിഷാണ്. എന്നാൽ ലോങ് റണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ മാർക്കറ്റിലെ ബിയറിഷ് ട്രെൻഡ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. ക്യാഷ് മാർക്കറ്റ് ലിസ്റ്റിൽ അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 4337 കോടിക്ക് FIS സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ FISന്റെ ഈ ഒരു വ്യൂ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ട്രേഡുകൾ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. ഇനി നാളത്തെ മാർക്കറ്റിനെ പറ്റി പറഞ്ഞാൽ അവിടെ ട്രംപിൻ്റെ സ്ഥാനാരോഹണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് ആളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ, ആളുടെ ഒരു പ്രസിഡൻഷ്യൽ സ്പീച്ചിൽ വരുന്ന ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള, വ്യാപാര റിലേറ്റഡ് ആയിട്ടുള്ള ആളുടെ പോളിസികളുടെയോ അല്ലെങ്കിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ ആളുടെ ഒരു ആൾ നൽകുന്ന സൂചനകൾ, ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന എലമെൻറ്റുകളായിരിക്കും വരും ദിവസങ്ങളിൽ. അപ്പോൾ അതും നാളത്തെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമ്മൾ ലെവലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പതിവ് പോലെ നമ്മുടെ ലെവലുകൾ വർക്ക് ചെയ്ത് കാണാം. ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ, 1 മിനിറ്റിലെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പ്രധാനപ്പെട്ട 2 ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ലെവൽ വരെയുള്ള റാലി തന്നു. അതിനുശേഷം ഇപ്പോഴും മാർക്കറ്റിലെ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ലെവലിൽ നിന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ലെവൽ വരെ മുകളിലേക്കോ താഴേക്കോ ഉള്ള മൂവ്മെൻറ്റ് തരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആദ്യത്തെ മിനിറ്റിൽ തന്നെ, ഇപ്പോൾ ഇത് സെക്കൻഡ് ക്യാൻഡിലൊന്നും ഇട്ട് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. സെക്കൻഡ് ക്യാൻഡിലൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇവിടെ നിന്നതിന് ശേഷം പിന്നെ അടുത്ത ലെവൽ വരെ മൂവ് ചെയ്യുന്നതായിരിക്കാം. അത് ഇവിടുന്ന് അതിൻ്റെ പ്രീവിയസ് ഡേയിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മളുടെ ലെവലൊരു റിജക്ഷനായിട്ട് വർക്ക് ചെയ്തു. അതിന് താഴേക്ക് ക്ലോസ് ചെയ്തപ്പോൾ പിന്നീട് അത് തൊട്ടടുത്ത ലെവൽ വരെ മൂവ് ചെയ്തു. അതിൻ്റെ പ്രീവിയസ് ഡേയിൽ പിന്നെ അത് സസ്റ്റെയിൻ ചെയ്തില്ല എന്ന് പറയാം. ഈ ഇതിന് മുകളിലേക്ക് ക്രോസ് ചെയ്തിട്ട് അത് സസ്റ്റെയിൻ ചെയ്തില്ല, അത് അവിടെ ഫെയിലായി. അതിൻ്റെ മുമ്പത്തെ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യത്തെ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ഇവിടെ സപ്പോർട്ട് എടുത്തു. അതോടുകൂടി അത് അടുത്ത ലെവൽ വരെ മൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്കവാറും ആദ്യത്തെ ഫേസിൽ ഫസ്റ്റ് ക്യാൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഒക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ തരുന്ന ലെവൽ, എല്ലാ ലെവലും പ്രധാനപ്പെട്ടാണ്. ആ ലെവലുകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരെയുള്ള ട്രേഡ് ഒക്കെ അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ മാർക്കറ്റിലെത്തി. ഇവിടെ നിന്നൊക്കെ ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഭാഗത്ത് റീടെസ്റ്റ് ചെയ്തപ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ബ്ലാക്ക് കളറിലുള്ള ലെവലുകൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയം പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തത് ഇവിടെയായിരുന്നു. ഇനി നാളത്തെ ലെവലുകൾ, ഇന്ന് വർക്ക് ചെയ്ത ഈ ലെവലുകൾക്കെല്ലാം നാളെയും പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈസ് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടിയാൽ, ഇവിടെ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലൊക്കെ നമുക്ക് പരിഗണിക്കാം. ചെറുതായിട്ട് താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒക്കെ നമുക്ക് ബൈനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നാണെങ്കിലും ഉണ്ട്. അപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട ഒരു റേഞ്ച് പോലെ മാർക്കറ്റ് നിൽക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ലെവലിനും ഈ ഒരു സോണിനും ഇടയ്ക്കായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ന്യൂസുകളുടെ വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ ഈ ഭാഗത്തിനിടയ്ക്ക്, ഇത് നാളെ ഒരു പ്രധാനപ്പെട്ട ലെവലല്ലെങ്കിലും ഇത് നാളെ പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ട് ഈ ബ്ലൂ കളറിലുള്ള 23,731 23,731 മുകളിലേക്ക് പലതവണ ഫാൾസ് ബ്രേക്കൗട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ലെവലിന് താഴേക്കും ഫാൾസ് ബ്രേക്കൗട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് താഴേക്ക് വന്നിട്ട് തിരിച്ച് കയറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ ഈ ലെവൽ ക്രോസ് ചെയ്ത് കിട്ടിയാലൊന്നും ട്രേഡുകൾ പരിഗണിക്കരുത്. ഇതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടിയാലും ട്രേഡ് പരിഗണിക്കരുത്. ഇതൊരു പ്രധാനപ്പെട്ട ലെവലാണെങ്കിലും ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് ആക്ഷൻ കൊണ്ട് ഇവിടെ നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പ്രൈസ് എത്തി നിൽക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ട്രേഡ് പരിഗണിക്കാം. ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു സെക്കൻഡ് ഹാഫിനൊക്കെ ശേഷം, ഒരു 12:30 1 മണിക്കൊക്കെ ശേഷം ഇതിന് മുകളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഈ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് പരിഗണിക്കും. നേരെ ഇവിടെ നിന്നുള്ള ബ്രേക്ക് ഔട്ടുകളിൽ ട്രേഡ് പരിഗണിക്കാൻ പറ്റില്ല. ഈ ലെവലിൽ റീടെസ്റ്റ് കിട്ടിയാലും ട്രേഡ് പരിഗണിക്കാൻ പറ്റില്ല. ഈ ബ്ലാക്കിൽ 23,345 എന്നുള്ള ലെവലിൽ ഇതിന് മുകളിലേക്ക് കയറി ഒരു റീടെസ്റ്റ് കിട്ടിയാൽ പോലും ട്രേഡ് പരിഗണിക്കരുത് ഫസ്റ്റ് ഹാഫിലൊന്നും എന്നുള്ളതാണ്. ആ രീതിയിലാണ് എൻ്റെ റിവ്യൂ. അപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു സോൺ കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്ന് ഈ ലെവൽ വരെയുള്ള ഒരു സോൺ കൺസിഡർ ചെയ്യുക. ഇവിടെ നിന്നുള്ള ബൈ കൺസിഡർ ചെയ്യുക, ഇവിടെ നിന്നുള്ള ബൈ കൺസിഡർ ചെയ്യുക. ഇവിടെ ട്രേഡ് എടുക്കണ്ട. സെക്കൻഡ് ഹാഫിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്താൽ ട്രേഡ് എടുക്കാം. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സീ യു നെക്സ്റ്റ്.